ഹലോ എവരി വൺ. കോർപ്പറേറ്റ് റിലേഷൻസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ 5th ചാപ്റ്റർ ആയിട്ടുള്ള കമ്പനി മീറ്റിംഗ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് കൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള 2 ഏരിയാസ് മോഷൻസ് ആൻഡ് റെസൊല്യൂഷൻ, അതുപോലെ കമ്പനി സെക്രട്ടറിയാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. റെസൊല്യൂഷൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഒരു കമ്പനി മീറ്റിങ്ങിൽ ഡിസ്കഷന് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മീറ്റിങ്ങിലൂടെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ഒരു രീതിയാണല്ലേ റെസൊല്യൂഷനിൽ കണ്ടിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് മോഷൻസ് എന്നാണ്. ഓക്കെ, കമ്പനി മീറ്റിംഗ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇതിനെയാണ് മോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരിക്കും, ഒരുപാട് മാറ്റേഴ്സിൽ തീരുമാനങ്ങൾ എടുക്കാനുണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി വെച്ചിട്ടുള്ള പ്രപ്പോസൽസിനെയാണ് മോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മോഷൻസ് എന്ന് പറയുന്നത് സിംപ്ലി പ്രപ്പോസൽസ് ആണ്. ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുടെ പ്രപ്പോസലിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കും മോഷൻ മുന്നോട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ സ്പെഷ്യൽ മോഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളതെങ്കിൽ, എന്തെങ്കിലും സ്പെഷ്യൽ മാറ്ററിനെ പറ്റിയാണ് ചർച്ച ചെയ്യാനുള്ളതെങ്കിൽ അതിന് സ്പെഷ്യൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നോട്ടീസിൻ്റെ അജണ്ടയിൽ ഈ ഒരു സ്പെഷ്യൽ മോഷൻ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, formal or usual motion like underlines motion for adjournment of meeting may be moved without previous notice. അപ്പോൾ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഇല്ലാത്ത യൂഷ്വലി നടക്കേണ്ട അല്ലെങ്കിൽ ഫോർമലായിട്ടുള്ള മോഷൻസിൻ്റെ കേസിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള നോട്ടീസ് ഒന്നും ആവശ്യമില്ല. വിത്തൗട്ട് പ്രീവിയസ് നോട്ടീസ് നമുക്കത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഓർഡിനറിലി എ മോഷൻ മസ്റ്റ് ബി പ്രപ്പോസ്ഡ് ബൈ വൺ ആൻഡ് സെക്കൻഡഡ് ബൈ അനദർ. അപ്പോൾ 1 by 1 ആയിട്ടാണ് ഈ മോഷൻസ് ഡിസ്കസ് ചെയ്യുക അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് 1 by 1 ആയിട്ടല്ലേ ചെയ്യുക. അപ്പോൾ ആദ്യം ഒരാൾ മുന്നോട്ട് വെച്ച മോഷനെ ഡിസ്കസ് ചെയ്യുന്നു, ദെൻ അടുത്തതായിട്ട് വേറൊരാൾ പറയുന്ന മോഷൻ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും ഈ മീറ്റിംഗ് പ്രൊസീഡ് ചെയ്യുക. ദെൻ എ മോഷൻ മൂവ്ഡ് അറ്റ് എ മീറ്റിംഗ് മേ ഓർ മേ നോട്ട് ബി അക്സെപ്റ്റഡ് ബൈ ദി മീറ്റിംഗ്. മീറ്റിങ്ങിൽ പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും അംഗീകരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ അംഗീകരിച്ചില്ല എന്ന് വരാം അല്ലേ? കാരണം മീറ്റിങ്ങിൽ ഒരുപാട് പേരുണ്ടായിരിക്കും, എല്ലാവരുടെ അഭിപ്രായം കൺസിഡർ ചെയ്തിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവുക. സോ ഇങ്ങനെ മുന്നോട്ട് വെക്കുന്ന പ്രപ്പോസൽസ് അല്ലെങ്കിൽ മോഷൻസ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തേക്കാം. സംടൈംസ് ആൻ അമെൻമെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ദി ഒറിജിനൽ മോഷൻ. ഒരാൾ മുന്നോട്ട് വെക്കുന്ന ഒറിജിനൽ മോഷനിൽ എന്തെങ്കിലുമൊക്കെ അമെൻമെൻറ്റ്സ്, അതായത് മാറ്റങ്ങളോ തിരുത്തലുകളോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസൊക്കെയോ വരുത്തുന്നതിനെയാണ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ മോഷൻ ഓർ അമെൻഡഡ് മോഷൻ ഈസ് ദെൻ പുട്ട് ടു വോട്ട്. ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള മോഷൻ അല്ലെങ്കിൽ ഒറിജിനൽ മോഷനെ മീറ്റിങ്ങിൽ വോട്ടിനിടും. ഓക്കെ, ദെൻ ഒരു മോഷൻ അക്സെപ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അതിനെ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റെസൊല്യൂഷൻ ആയിട്ടാണ് പിന്നീട് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ മോഷൻ എന്ന് പറയുന്നത് മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ മുന്നോട്ട് വയ്ക്കുന്ന പ്രപ്പോസലാണ്. ആ പ്രപ്പോസലുകളിൽ തിരുത്തലുകൾ വരുത്തിയിട്ടോ അല്ലെങ്കിൽ അതേപോലെയോ വോട്ടിനിടും. അത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അത് റെസൊല്യൂഷനായിട്ട് മാറും. ഓക്കെ, ദെൻ എ മോഷൻ കനോട്ട് ബി വിഡ്രോവൺ അൺലെസ് വിത്ത് ദ യുനാനിമസ് കൺസെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ്. മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മോഷന് മറ്റു മെമ്പേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ പിൻവലിക്കാൻ പറ്റില്ല. എ മോഷൻ വെൻ പുട്ട് ബിഫോർ ദ മീറ്റിംഗ് ഇറ്റ് ഈസ് ഇൻ ദ കൺട്രോൾ ഓഫ് മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ ഒരാൾ ഇത്തരത്തിലൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പ്രപ്പോസലിൻ്റെ കൺട്രോള് മീറ്റിങ്ങിനായിരിക്കും ഉണ്ടാവുക. ഈ വ്യക്തിയിൽ നിന്നും മാറി ആ ഒരു പ്രപ്പോസൽ ആരെ ഏറ്റെടുക്കും? മീറ്റിംഗ് ഏറ്റെടുക്കും അല്ലേ? സോ അയാൾക്കത് പെട്ടെന്ന് പിൻവലിക്കാൻ സാധിക്കില്ല. ദെൻ ദ മൂവർ ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു വിഡ്രോ ഇറ്റ്. അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാൾക്കത് പിൻവലിക്കാൻ സാധിക്കില്ല. സോ എ മോഷൻ വൺസ് പുട്ട് ടു വോട്ട് കനോട്ട് ബി വിഡ്രോൺ. ഇത്തരത്തിൽ വോട്ടിന് വേണ്ടിയിട്ട് മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പ്രപ്പോസൽസിനെ നമുക്ക് പിൻവലിക്കാൻ കഴിയില്ല. ദെൻ എ റെസൊല്യൂഷൻ ഈസ് സിംപ്ലി അനദർ ഫോം ഓഫ് എ മോഷൻ. ശരിക്കും പറഞ്ഞാൽ റെസൊല്യൂഷൻ ഒരു മോഷനാണ്. അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മോഷൻസിനെയാണ് നമ്മൾ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് അല്ലേ? ദെൻ resolutions put in the meeting and later approved are considered the formal act of the company. റെസൊല്യൂഷൻ കുറച്ചുകൂടി ഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? കമ്പനീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫോർമൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും ഇതുപോലെ റെസൊല്യൂഷൻ വഴി പാസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ റെസൊല്യൂഷൻസ് ആർ റെക്കഗ്നൈസബിൾ ബൈ ദ ഫോർമൽ സ്റ്റൈൽ യൂസ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർമൽ ആയിട്ടായിരിക്കും റെസൊല്യൂഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടാവുക. സോ ആ ഒരു ഫോർമൽ സ്റ്റൈലിലൂടെ തന്നെ നമുക്ക് റെസൊല്യൂഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യാം, തിരിച്ചറിയാം. That means they have a preamble where points of facts are introduced with the term whereas, which is followed by a body in which the term resolved that list each action taken.
ഇവിടെ പ്രപ്പോസ് ചെയ്യുന്ന റെസൊല്യൂഷൻസിന് ഒരാമുഖം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വേറസ് എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ എങ്ങനെയാണോ സോൾവ് ചെയ്തത് അതിനൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ റെസൊല്യൂഷൻ കുറച്ചുകൂടി ഫോമൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണെന്ന് പറയാം. പക്ഷേ മോഷൻസ് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അതാണ് റെസൊല്യൂഷൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. മോഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെയാണ്. മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെമ്പർ ഇതുപോലെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് മോഷൻ. ആ മോഷനിൽ അമെൻമെൻറ്റ്സ് വരുത്തിയിട്ടോ മാറ്റങ്ങൾ വരുത്തിയിട്ടോ അല്ലെങ്കിൽ ഒറിജിനൽ മോഷനോ ചർച്ചയ്ക്ക് വയ്ക്കാം. അങ്ങനെ വോട്ടിങ്ങിലൂടെയാണ് അതിനെ അംഗീകരിക്കപ്പെടുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക. ഇങ്ങനെ അംഗീകരിക്കപ്പെടുന്ന മോഷൻസിനെയാണ് നമ്മൾ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടൈറ്റിൽ ഇൻറ്ററപ്ഷൻ ഓഫ് ഡിബേറ്റ്. ഇത് മോഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു മീറ്റിങ്ങിൽ ചെയർമാനാണ് ഇതുപോലെ അജണ്ടാസ് അല്ലെങ്കിൽ മോഷൻസ് ചർച്ചയ്ക്ക് വയ്ക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ചർച്ചയ്ക്ക് വയ്ക്കുമ്പം ആ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ആ ഒരു ചർച്ചയെ തടസ്സം വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. അതാണ് നമുക്കിനി നോക്കാനുള്ളത്. ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ ദ മീറ്റിംഗ് മെ നോട്ട് എഗ്രി വിത്ത് ദ കണ്ടന്റ് ഓഫ് ദ മോഷൻ, ദെർഫോർ ദേ ഇൻ്ററപ്റ്റ് ദി ഡിസ്കഷൻ. ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്ന പ്രപ്പോസൽസുമായിട്ട് അല്ലെങ്കിൽ മോഷൻസുമായിട്ട് മെമ്പേഴ്സ് ഓക്കെ ആവില്ല അല്ലെങ്കിൽ അവരതിനെ എഗ്രി ചെയ്യുന്നുണ്ടാവില്ല. സോ അവർ ആ ഒരു ഡിസ്കഷനെ ഇൻ്ററപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആ ഇൻ്ററപ്ഷൻ നടക്കുന്നത് 3 രീതികളിലാണ്. ഒന്ന് അമെൻമെൻറ്റ്സ്, 2 പോയിന്റ് ഓഫ് ഓർഡർ, ദെൻ ഫോമൽ ഓർ ഡയലേറ്ററി മോഷൻസ്. അമെൻമെൻറ്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള മോഷനിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുന്നതിനെ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് അമെൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. An amendment is a proposed alteration or modification in the term or working of the motion which get to be considered by the meeting. ഇതുപോലെ മീറ്റിങ്ങിൽ ചർച്ചയ്ക്ക് വെക്കുന്ന ആ ഒരു മോഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ആൾട്ടറേഷൻ, തിരുത്തലുകളോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനോ കൂട്ടിച്ചേർത്തലുകളോ നടത്തുന്നതിനെയാണ് അമെൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് അമെൻമെൻറ്റ്സ് നടത്തുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ആഡ് സം ന്യൂ വേർഡ്സ്. മോഷനിലേക്ക് പുതിയ വേർഡ്സ് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള വാക്കുകളെ മാറ്റിയിട്ട് അവിടെ പുതിയ വാക്കുകൾ റീപ്ലേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചില വാക്കുകൾ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ ചില വാക്കുകളുടെ പൊസിഷൻസ് മാറ്റി കൊടുത്തിട്ടോ ഒക്കെയാണ് അമെൻമെൻറ്റ് നടത്താറുള്ളത്. ഓക്കെ, സോ വേർ ആൻ അമെൻമെൻറ്റ് ടു എ മോഷൻ ഹാസ് ബീൻ പ്രപ്പോസ്ഡ്, ദ മീറ്റിംഗ് ഈസ് റിക്വയർഡ് ടു കൺസിഡർ ആൻഡ് ഡിസൈഡ് ഇറ്റ് ബൈ വോട്ടിംഗ് ഫോർത്ത് വിത്ത്. ഇങ്ങനെ ഒറിജിനൽ മോഷനിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അല്ലെങ്കിൽ അമെൻമെൻറ്റ്സ് നടത്തിയാൽ ആ അമെൻഡഡ് മോഷൻ പിന്നീട് വോട്ടിന് കൊടുക്കും. ദെൻ ഇഫ് പാസ്ഡ് ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി ഒറിജിനൽ മോഷൻ. ദെൻ ആ ഒരു മോഷൻ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറിജിനുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ദെൻ ഇഫ് ഇറ്റ് ഈസ് ലോസ്റ്റ് ഇൻ ദി അമെൻമെൻറ്റ് സ്റ്റാൻഡ്സ് ഡ്രോപ്പ്ഡ്. അത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ വോട്ടിൽ അതിന് അക്സെപ്റ്റൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കും. ദെൻ അടുത്ത മെത്തേഡ് പോയിന്റ് ഓഫ് ഓർഡർ ആണ്. പോയിന്റ് ഓഫ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മീറ്റിങ്ങിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ മീറ്റിംഗ് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അതിനെ ഇൻ്ററപ്റ്റ് ചെയ്തിട്ട് സംസാരിക്കലാണ്. എന്ന് വെച്ചാൽ മറ്റൊരു മെമ്പർ ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നതിനെയാണ് പോയിന്റ് ഓഫ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പോയിന്റ് ഓഫ് ഓർഡർ ഈസ് ദ ഒബ്ജക്ഷൻ റേസ്ഡ് അബൌട്ട് ദ ഇറഗുലാരിറ്റി ഇൻ ദ പ്രൊസീജിയർ ഓഫ് മീറ്റിംഗ്. മീറ്റിങ്ങിൻ്റെ നടത്തിപ്പിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു ഒബ്ജക്ഷനാണ് പോയിന്റ് ഓഫ് ഓർഡർ. വെൻ ഡിബേറ്റ് ഓർ ഡിസ്കഷൻ ഓൺ എ പെർട്ടിക്കുലർ മോഷൻ ഈസ് ഇൻ പ്രോഗ്രസ് അറ്റ് എ മീറ്റിംഗ്, എനി മെമ്പർ മേ റൈസ് എ പോയിന്റ് ഓഫ് ഓർഡർ ആൻഡ് ബ്രിങ് ടു ദ നോട്ടീസ് ഓഫ് ദ ചെയർമാൻ സം ഇറഗുലാരിറ്റി ഇൻ ദ പ്രൊസീഡ് ഓഫ് ദി മീറ്റിംഗ്. ഇങ്ങനെ മീറ്റിംഗ് നടത്തുമ്പം എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെമ്പർ ഇത്തരത്തിൽ ആ വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നതിനെയാണ് പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആബ്സെൻസ് ഓഫ് കോറം, ഹോൾഡിംഗ് ലൗഡ്ലി പ്രൈവറ്റ് കോൺവെർസേഷൻ, ബിഹേവിയർ ഓർ ബാഡ് റിമാർക്സ് ഓഫ് ദി സ്പീക്കർ എക്സെട്ര. ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഒന്നുകിൽ മീറ്റിങ്ങിൽ കോറം തികഞ്ഞിട്ടില്ല, കോറം കംപ്ലീറ്റ് ആവാതെ എങ്ങനെയാണ് മീറ്റിംഗ് പ്രൊസീഡ് ചെയ്യുക, അല്ലെങ്കിൽ ചില മെമ്പേഴ്സ് തമ്മിൽ പ്രൈവറ്റ് കോൺവെർസേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പീക്കർ ചീത്തയായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിൽ പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉള്ളത്. ഓൺ റൈസിംഗ് എ പോയിന്റ് ഓഫ് ഓർഡർ, ദ പേഴ്സൺ അഡ്രസ്സിംഗ് ദ മീറ്റിംഗ് മേ സ്റ്റോപ്പ് സ്പീക്കിംഗ് ഫോർ സം ടൈം. സോ ആരാണോ സംസാരിച്ചുകൊണ്ടിരുന്നത് അയാൾ ആ ഒരു ഡിസ്കഷൻ നിർത്തിവെക്കേണ്ടതായിട്ട് വരും കുറച്ച് നേരത്തേക്ക്. then a short discussion may take place on a point of order and the chairman will have to give his ruling which shall be final and binding whether it be right or wrong. ഇനി ഇയാൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിന് മേലെ തീരുമാനമെടുക്കാനുള്ള അധികാരം ചെയർമാൻക്കുണ്ട്. ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ പോയിന്റ് ഓഫ് ഓർഡർ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ ഏതൊരു തരത്തിലുള്ള തീരുമാനം എടുക്കാനും ചെയർമാൻക്ക് സാധിക്കും. അയാളുടെ ആ ഒരു അധികാര പരിധിയിൽ നിന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളെ ഫൈനൽ ആയിട്ടാണ് അല്ലെങ്കിൽ ബൈൻഡഡ് ആയിട്ടാണ് കണക്കാക്കുക. വെൻ എ പോയിന്റ് ഓഫ് ഓർഡർ ഈസ് സെറ്റിൽഡ്, ദ സ്പീക്കർ ഓൺ ദ മോഷൻ മേ റൈസ് അഗെയിൻ ആൻഡ് റെസ്യൂം ഹിസ് സ്പീച്ച്. ഇത്തരത്തിൽ
ഈ പോയിന്റ് ഓഫ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച അവസാനിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു മോഷൻ്റെ ചർച്ച കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് ഫോർമൽ മോഷൻ ഓർ ഡയലേറ്ററി മോഷൻ. ഈ ഒരു മെത്തേഡിൽ മീറ്റിംഗ് പ്രൊസീഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പം മീറ്റിങ്ങിനെ തടസ്സം വെക്കാനോ അല്ലെങ്കിൽ ഇൻ്ററപ്റ്റ് ചെയ്യാനോ ഡിലേ വരുത്താനോ അല്ലെങ്കിൽ കുറച്ച് സ്പീഡാക്കാനോ ഒക്കെ ഒരാൾ കമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഫോർമൽ മോഷൻ അല്ലെങ്കിൽ ഡയലേറ്ററി മോഷൻ. സോ ദാറ്റ് ഈസ് വൈ ദീസ് ആർ ആൾസോ നോൺ ആസ് പ്രൊസീജിയറൽ ഓർ ഡയലേറ്ററി മോഷൻ. അതുകൊണ്ടാണ് ഇതിനെ പ്രൊസീജിയറൽ മോഷൻ അല്ലെങ്കിൽ ഡയലേറ്ററി മോഷൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ കുറച്ച് ടൈപ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ക്ലോഷർ. മീറ്റിങ്ങിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം ആ ഒരു മോഷനിൽ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കഷൻ കുറേ നേരമായിട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആ ഒരു മോഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ ഒരു മെമ്പർക്ക് സാധിക്കും. ഇതാണ് ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സമയം ഒരു പെർട്ടിക്കുലർ മോഷനിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും അതിൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട, അതിനെ അവസാനിപ്പിക്കാമെന്ന് ഒരു അഭിപ്രായം പറയാനും മെമ്പർക്ക് സാധിക്കും. ഇതാണ് ക്ലോഷർ. സോ ദിസ് മീൻസ് ദാറ്റ് ദ മൂവർ വാണ്ട്സ് ടു നോ മോർ ഡിസ്കഷൻസ് ഓൺ ദ മോർ അമെൻമെൻറ്റ് ബട്ട് ഹി വാണ്ട് ടു പുട്ട് ദ വോട്ട് ഫോർ അറൈവിങ് അറ്റ് എ ഡെഫിനിറ്റ് ഡിസിഷൻ. അപ്പോൾ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള ആ ഒരു മോഷനിൽ ഇനിയും ഡിസ്കഷൻ ആവശ്യമില്ല, അത് മതിയാക്കാം, എന്നിട്ട് നമുക്ക് വോട്ട് ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായം പറയുന്നതിനെയാണ് ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെയിൻ മോഷനിൽ വോട്ടിംഗ് നടത്താനോ അല്ലെങ്കിൽ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പ്രിവെൻറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഷൻ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും മെയിൻ മോഷൻ്റെ മേലെ ഒരുപാട് സമയം ഡിസ്കഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ മോഷൻ ഈസ് ലോസ്റ്റ് ദ മെയിൻ മോഷൻ ഈസ് ഇമ്മീഡിയറ്റ്ലി പുട്ട് ടു വോട്ട് വിതൗട്ട് എനി ഫർദർ ഡിസ്കഷൻ. അപ്പോൾ ഉടനെ തന്നെ മെയിൻ മോഷൻ ചർച്ചയ്ക്ക് കൊണ്ടുവരികയും വോട്ടിനിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിലൂടെ ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ബിസിനസ്. നമുക്കറിയാം ഈ ഒരു റെസൊല്യൂഷനിൽ അല്ലെങ്കിൽ നമ്മൾ അജണ്ടയിലൊക്കെ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറ്റേഴ്സ് ആണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഡിനറി ബിസിനസ്സും അതുപോലെ സ്പെഷ്യൽ ബിസിനസ്സും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നെക്സ്റ്റ് ബിസിനസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത അജണ്ടയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു മോഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അജണ്ട അവസാനിപ്പിക്കുകയും തൊട്ടടുത്ത അജണ്ടയിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത ഐറ്റത്തിലേക്ക് ഡിസ്കഷൻ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മോഷൻ പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒറിജിനൽ മോഷൻ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്തു പോവുക. ഓക്കെ, ദെൻ റെഫർ ബാക്ക് ടു ദ കമ്മിറ്റി. ഡിസ്കഷനെ ഇൻ്ററപ്റ്റ് ചെയ്യാനുള്ള അനദർ മെത്തേഡാണ് റെഫർ ബാക്ക് ടു ദ കമ്മിറ്റി. നമുക്കറിയാം ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് സമയം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെയും ആ ഒരു കാര്യത്തിൻ്റെ മേലെ ചർച്ച നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആ കമ്മിറ്റി അതിൻ്റെ തീരുമാനം എടുക്കുന്നൊക്കെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിസ്കഷനെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, സോ മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസ്കഷനെ പെട്ടെന്ന് നിർത്തിവെച്ച് അതൊരു കമ്മിറ്റിക്ക് ചാർജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് റെഫർ ബാക്ക് ടു ദ കമ്മിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ കമ്മിറ്റി ആ കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ദെൻ തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, ദെൻ അഡ്ജേൺമെൻറ്റ്. അഡ്ജേൺമെൻറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറ്റിവെക്കുക എന്നുള്ളതാണല്ലേ. ഏതെങ്കിലും ഒരു മെമ്പർക്ക് ഈ മീറ്റിങ്ങിൽ ഒരു പെർട്ടിക്കുലർ മോഷൻ തീരുമാനമെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കാമെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തരത്തിൽ മീറ്റിംഗ് അഡ്ജേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഷൻ മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇഫ് ദ അഡ്ജേൺമെൻറ്റ് മോഷൻ ഈസ് ക്യാരിഡ് ദ മീറ്റിംഗ് ഈസ് അഡ്ജേൺഡ് അക്കോർഡിംഗ് ടു ടേംസ് ഓഫ് മോഷൻ. അപ്പോൾ അത് പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീറ്റിങ്ങിൽ ആ ഡിസ്കസ് ചെയ്യുന്ന കാര്യം മറ്റൊരു മീറ്റിങ്ങിലേക്ക് മാറ്റി വയ്ക്കുകയും ആ ഒരു മോഷൻ അംഗീകരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മോഷൻസ് ആൻഡ് റെസൊല്യൂഷൻസ് എന്നുള്ള ഏരിയ ആണ്. അതിൽ മോഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഒരു ഡിബേറ്റിനെ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനെ ഇൻ്ററപ്റ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ അമെൻമെൻറ്റ്സ്, ദെൻ പോയിന്റ് ഓഫ് ഓർഡർ, അതുപോലെ ഫോർമൽ മോഷൻസ് അല്ലെങ്കിൽ ഡയലേറ്ററി മോഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ കവർ ചെയ്യാനുള്ളത് കമ്പനി സെക്രട്ടറി എന്നുള്ളൊരു ഏരിയ ആണ്. കമ്പനി സെക്രട്ടറി നമുക്കറിയാം CS അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രിൻസിപ്പൽ ഓഫീസറാണ് അല്ലേ. ആ കമ്പനീൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നത് ഈ ഒരു സെക്രട്ടറി ആയിരിക്കും. സോ കമ്പനിയെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സെക്രട്ടറിയൽ ഡ്യൂട്ടീസ് നിർവഹിക്കുക എന്നതൊക്കെ ആയിരിക്കും കമ്പനി സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ്. നോക്കാം. കമ്പനി സെക്രട്ടറി ഈസ് എ പ്രിൻസിപ്പൽ ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ സെക്രട്ടറിയൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് ആസ് പെർ പോളിസി ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ലേഡ് ഡൗൺ ബൈ ദ കമ്പനീസ് ആക്ട് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അയാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനീസ് ആക്റ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ പോളിസീസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യാനും അതിനെ ഭരിക്കാനുമൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പ്രിൻസിപ്പൽ ഓഫീസറെയാണ് നമ്മൾ കമ്പനി സെക്രട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the word secretary is derived from a Latin word secretarius which means a notary or confidential officer.
ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സെക്രട്ടേറിയസ് എന്ന ടേമിൽ നിന്നാണ് സെക്രട്ടറി എന്നുള്ളൊരു വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നോട്ടറി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ഓഫീസർ എന്നൊക്കെയാണ്. നമ്മൾ അധികാരം ഏൽപ്പിച്ച് കൊടുത്തിട്ടുള്ള ഒരു പബ്ലിക് ഓഫീസറെയാണ് നോട്ടറി എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തിയും ഇത്തരത്തിൽ അധികാരം ഏൽപ്പിച്ച് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. Then according to Companies Act 1956 and the Companies Amendment Act 1988, a company secretary means a person who is a member of the Institute of Company Secretaries of India and include any other individual possessing the prescribed qualifications and appointed to perform the duties which may be performed by a secretary under this act and any other ministerial or administrative duties. കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ 1988 കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം കമ്പനി സെക്രട്ടറി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ ഒരു മെമ്പർ ആയിരിക്കുകയും അതുപോലെ നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസും പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസുമുള്ള ഒരു വ്യക്തിയായിരിക്കുകയും അതുപോലെ തന്നെ എല്ലാ മിനിസ്റ്റീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരാളായിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന ആ ഒരു ടേം കൊണ്ട് നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്രയാണ്. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർ ആയിരിക്കണം. അതുപോലെ നമ്മുടെ നിയമപ്രകാരം കമ്പനി ലോ പ്രകാരം പറയുന്ന കുറച്ച് ക്വാളിഫിക്കേഷൻസ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും മിനിസ്റ്റീരിയൽ ഡ്യൂട്ടീസും അതിനെ ഭരിക്കാനും അതിനെ മാനേജ് ചെയ്യാനൊക്കെ കെൽപ്പുള്ള ഒരാളായിരിക്കണം. ഓക്കെ, സെക്രട്ടറി എന്ന ടേമിൻ്റെ ഡിക്ഷണറി മീനിങ് ഇതാണ്: വൺ എംപ്ലോയ്ഡ് ടു റൈറ്റ് ഓർ ട്രാൻസാക്ട് ബിസിനസ് ഫോർ അനദർ ഓർ ഫോർ എ സൊസൈറ്റി ഓർ എ കമ്പനി. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ ബിസിനസ് കണ്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ വേണ്ടി നിയോഗിച്ചിട്ടുള്ളൊരു വ്യക്തിയെയാണ് നമ്മൾ സെക്രട്ടറി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും സെക്രട്ടറിയുടെ ഡ്യൂട്ടി ഭരണനിർവഹണമായിരിക്കും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. ദെൻ അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട് എ സെക്രട്ടറി മസ്റ്റ് ബി ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു വ്യക്തിക്ക് മാത്രമേ കമ്പനി സെക്രട്ടറി ആവാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊരു ഫേമിനോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റിനോ ഒന്നും കമ്പനി സെക്രട്ടറി ആവാനായിട്ട് സാധിക്കില്ല. ഹി മസ്റ്റ് ഹാവ് ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ്. അയാൾക്ക് നിയമപ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിലെ മെമ്പർ ആയിരിക്കണം. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പനീൻ്റെ മിനിസ്റ്റീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ആയിരിക്കും സെക്രട്ടറിക്ക് പെർഫോം ചെയ്യാനുണ്ടാവുക. ഇനി സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ദ ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി സെക്രട്ടറി വാസ് മെൻഷൻഡ് ദ കമ്പനീസ് അപ്പോയിൻമെൻറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് സെക്രട്ടറി റൂൾസ് 1988. കമ്പനി സെക്രട്ടറിയുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കമ്പനീസ് റൂൾസ് 1988 ഓക്കെ, അപ്പോൾ അതിൽ അപ്പോയിൻമെൻറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് സെക്രട്ടറി എന്നുള്ളൊരു ടൈറ്റിൽ ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ആക്ട് നിലവിൽ വന്നത് ഡിസംബർ 1988 അതുപോലെ തന്നെ ഇതിന് ഒരുപാട് തവണ അമെൻമെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് 2003 ഒക്ടോബർ 14 പുതിയതായിട്ട് അമെൻമെൻറ്റ് അതിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ദിസ് ദ ഹോൾ ടൈം സെക്രട്ടറി ഓഫ് കമ്പനി ഈസ് ഇൻ ദ ഫോളോയിങ് ഫോം. ഇപ്പോൾ ഒരു കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഹോൾ ടൈം സെക്രട്ടറി ഇതുപോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നോക്കാം. ഇൻ കേസ് ഓഫ് കമ്പനീസ് ഹാവിംഗ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹2 crore ഓർ മോർ, ദ ഹോൾ ടൈം സെക്രട്ടറി മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അതായത് 2 കോടിയിലധികം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർ അപ്പോയിൻറ്റ് ചെയ്യേണ്ട കമ്പനി സെക്രട്ടറിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. Then the companies having a paid up share capital of less than ₹2 crore must possess one or more of the following qualification. ഇനി 2 crore rupeesനെക്കാളും താഴെയാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എങ്കിൽ അത്തരം കമ്പനീസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ അയാൾ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ് ഗ്രാൻഡഡ് ബൈ എനി യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ അയാളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിരിക്കണം, PG കംപ്ലീറ്റ് ചെയ്ത ആളായിരിക്കണം. അതുപോലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ അയാൾക്ക് സെക്രട്ടറിഷിപ്പ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഡിഗ്രി ഇൻ ലോ ഗ്രാൻഡഡ് ബൈ എനി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഓർ അതർ ദാൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി. ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയോ അല്ലാത്ത മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയോ അയാൾക്ക് ഡിഗ്രി ഇൻ ലോ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAയിൽ ഒരു മെമ്പർ ആയിരിക്കണം. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ അയാളൊരു മെമ്പർ ആയിരിക്കണം. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് സയൻസ് ഗ്രാൻഡഡ് ബൈ എനി യൂണിവേഴ്സിറ്റി ഓർ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ്, കൊൽക്കത്ത, ബാംഗ്ലൂർ ഓർ ലക്നൗ.
ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അയാൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസിൽ ഡിപ്ലോമയോ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Then postgraduate diploma in CS granted by the Institute of Commercial Practice New Delhi or diploma in corporate laws and management granted by Indian Law Institute ന്യൂ ഡൽഹി. ഇവിടെ 2 കാറ്റഗറീസ് പറയുന്നുണ്ട്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ന്യൂ ഡൽഹി, അയാൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇൻ കമ്പനി സെക്രട്ടറിഷിപ്പ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ ഒരു ഡിപ്ലോമേൻ്റെ കേസ് പറയുന്നുണ്ട്. ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി ലോ ആൻഡ് മാനേജ്മെൻറ്റിൽ, അതായത് കോർപ്പറേറ്റ് ലോ ആൻഡ് മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതും ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ദെൻ അടുത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പനി ലോ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഗ്രാൻഡഡ് ബൈ ദി യൂണിവേഴ്സിറ്റി ഓഫ് ഉദയ്പൂർ. അതുപോലെ ഉദയ്പൂർ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അത് കമ്പനി ലോ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസിലായിരിക്കണം. ദെൻ മെമ്പർഷിപ്പ് ഓഫ് ദി അസോസിയേഷൻ ഓഫ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൊൽക്കത്ത, സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളപ്പോൾ 2 കാറ്റഗറീസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന്, 2 കോടിയിലധികം പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനീസ് ഒരു ഹോൾ ടൈം സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും അയാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർ ആയിരിക്കണം. ദെൻ 2 കോടിയിൽ താഴെ പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള കമ്പനീസിൻ്റെ ക്രൈറ്റീരിയാസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒന്നിലധികം ക്വാളിഫിക്കേഷൻസ് അയാൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ് ഗ്രാൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ക്രൈറ്റീരിയാസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒന്നിലധികം ക്രൈറ്റീരിയാസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ അതർ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദി സ്റ്റാറ്റുട്ടറി ക്വാളിഫിക്കേഷൻ എ കമ്പനി സെക്രട്ടറി ഷുഡ് ഹാവ് സം അതർ ക്വാളിഫിക്കേഷൻ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ സ്റ്റാറ്റുട്ടറി ക്വാളിഫിക്കേഷൻസിന് അഡീഷണൽ ആയിട്ട് മറ്റ് ചില പേഴ്സണൽ ക്വാളിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. ഒന്ന്, നല്ല അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം, നല്ല ലാംഗ്വേജ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സെക്രട്ടേറിയൽ വർക്കിൽ നോളേജ് ഉള്ള ആളായിരിക്കണം. ദെൻ കമ്പനി ലോയെ പറ്റിയും അതുപോലെ തന്നെ മറ്റു ലോസിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ധാരണയുള്ള നല്ല നോളേജ് ഉള്ള ആളായിരിക്കണം. ദെൻ പേഴ്സണൽ ക്വാളിറ്റീസിൽ സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഷെയർ ഹോൾഡേഴ്സിനായിട്ടും ഔട്ട്സൈഡേഴ്സിനൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ദെൻ അയാളുടെ പേഴ്സണാലിറ്റി അട്രാക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കണം, നല്ലോണം കമാൻഡ് കൊടുക്കാൻ സാധിക്കുന്ന സൗണ്ട് ജഡ്ജ്മെൻ്റ് ഉള്ള അതുപോലെ തന്നെ കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതുപോലെ പെട്ടെന്ന് അയാളുടെ സ്കിൽ യൂസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ആളായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ. കമ്പനി സെക്രട്ടറി എന്നുള്ള ഏരിയ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിൽ സ്റ്റാറ്റുട്ടറി ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതിലേതെങ്കിലുമൊക്കെ പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചോദിച്ച് കാണുന്ന ഒരു പോർഷനാണ്. ദെൻ അടുത്ത ടൈറ്റിലേക്ക് പോവാം. അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി സെക്രട്ടറി ആസ് പെർ കമ്പനി ലോ. കമ്പനി ലോ പ്രകാരം കമ്പനി സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് ഇവിടെ പറയുന്നുണ്ട്. സോ according to section 203, every company belonging to such class or classes of companies as may be prescribed shall have the following whole-time key managerial personnel. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സെക്ഷൻ 203 പ്രകാരം മെൻഷൻ ചെയ്തിട്ടുള്ള കമ്പനീസ് കീ മാനേജറിയൽ പേഴ്സണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ്. അതിൽ തന്നെ മാനേജിംഗ് ഡയറക്ടർ, CEO, അതുപോലെ ഹോൾ ടൈം ഡയറക്ടർ ഉണ്ടായിരിക്കണം, കമ്പനി സെക്രട്ടറി ഉണ്ടായിരിക്കണം, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ CFO ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. Then according to section 2 subsection 24, company secretary or secretary means a company secretary as defined in clause C and subsection 1 of section 2 of the Company Secretaries Act 1980, who is appointed by a company to perform the functions of a company secretary under this act. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി സെക്രട്ടറിയുടെ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ CS എന്ന് പറയാറ്. സോ ഇതിനെ വ്യക്തമായ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980. അതിൻ്റെ ക്ലോസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ക്ലോസ് C സബ്സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. ഓക്കെ. കമ്പനി സെക്രട്ടറി ഒരു ഹോൾ ടൈം കീ മാനേജറൽ പേഴ്സണൽ ആണെന്നും കമ്പനീൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. Then Rule 8 of the Companies Rules 2014 reads that every listed company and every other public company having a paid up capital of 10 crore rupees or more shall have whole-time key managerial personnel. So 2014 കമ്പനി റൂൾസ് പ്രകാരം റൂൾ 8 പറയുന്നുണ്ട്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടിയിലധികമുള്ള എല്ലാ ലിസ്റ്റഡ് കമ്പനീസും അതുപോലെ എല്ലാ പബ്ലിക് കമ്പനീസും നിർബന്ധമായിട്ടും ഹോൾ ടൈം കീ മാനേജറൽ പേഴ്സണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
സെക്ഷൻ 2 സബ്സെക്ഷൻ 51 പ്രകാരം കീ മാനേജറൽ പേഴ്സണൽസ് എന്ന് പറയുന്നത് കമ്പനീൻ്റെ CEO അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ഓർ മാനേജർ, ദെൻ CS, ദെൻ ഹോൾ ടൈം ഡയറക്ടർ, CFO, ദെൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഓഫീസേഴ്സ്. ഇത് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ ടൈമിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കീ മാനേജറൽ പേഴ്സണലാണ് കമ്പനി സെക്രട്ടറി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സോ സെക്ഷൻ 203 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 റീഡ് വിത്ത് കമ്പനീസ് റൂൾസ് 2014 necessitated that every listed company and every public company having paid up capital 10 crore or more to appoint the company secretary in whole time employment. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. 10 കോടിയിലധികം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള എല്ലാ ലിസ്റ്റഡ് കമ്പനീസും അല്ലെങ്കിൽ എല്ലാ പബ്ലിക് കമ്പനീസും നിർബന്ധമായിട്ടും അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഒരു ഹോൾ ടൈം എംപ്ലോയർ ആണ് കമ്പനി സെക്രട്ടറി. Then all private companies and such public companies have paid up capital lower than 10 crore were not required to appoint a company secretary. അപ്പം 10 കോടിയിൽ താഴെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനീസും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസും കമ്പനി സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതില്ല. ദെൻ സച്ച് പ്രൊവിഷൻ വാസ് വെരി മച്ച് ഇൻ ഡിബേറ്റ് ആസ് ഇറ്റ് ലിമിറ്റഡ് ദ റോൾ ഓഫ് ദ കമ്പനി സെക്രട്ടറി ഇൻ കമ്പനീസ് ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ലെസ് ദാൻ ₹10 crore. അപ്പോൾ 10 കോടിയിലധികം താഴെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനീസിൽ കമ്പനി സെക്രട്ടറിക്ക് വലിയ റോളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ മിനിസ്റ്ററി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് 9th June 2014 ഒഫീഷ്യൽ ഗസറ്റിൻ്റെ അമെൻമെൻറ്റ് പ്രകാരം 2014 കമ്പനി റൂൾസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 കോടിയിലധികമുള്ള എല്ലാ കമ്പനീസും നിർബന്ധമായിട്ടും ഹോൾ ടൈം എംപ്ലോയർ എന്ന നിലയ്ക്ക് ഒരു കമ്പനി സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ കമ്പനി സെക്രട്ടറിയുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. കമ്പനിയുടെ ഹോൾ ടൈം കീ മാനേജറൽ പേഴ്സണലാണ് കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട സാഹചര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിയിലധികമുള്ള ലിസ്റ്റഡ് ആൻഡ് പബ്ലിക് കമ്പനീസാണ് സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത കമ്പനീസും പ്രൈവറ്റ് കമ്പനീസും കമ്പനി സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഹോൾ ടൈം കീ മാനേജറൽ പേഴ്സണൽസ് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് 2014 അമെൻമെൻറ്റിൽ അല്ലെങ്കിൽ റൂൾസിൽ പറയുന്നത് 5 കോടിയിലധികം പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള എല്ലാ കമ്പനീസും ഹോൾ ടൈം കീ മാനേജറൽ പേഴ്സണൽ എന്ന നിലയ്ക്ക് കമ്പനി സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ കമ്പനി സെക്രട്ടറി ആരാണ്, അതുപോലെ തന്നെ അതിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ദെൻ അടുത്തത് ലീഗൽ പൊസിഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറി. കമ്പനീൻ്റെ സെർവൻ്റായിട്ട് അല്ലെങ്കിൽ ഏജൻ്റായിട്ട് ഓഫീസറായിട്ടൊക്കെയാണ് കമ്പനി സെക്രട്ടറി പ്രവർത്തിക്കുന്നത്. ഫസ്റ്റ് വൺ, സെർവൻറ്റ് ഓഫ് ദ കമ്പനി. A secretary is directed to act in accordance with the instructions given by the directors of the company. കമ്പനി ഡയറക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കമ്പനി സെക്രട്ടറി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഒരു സെർവൻ്റ് ആയിട്ടാണ്, ഒരു എംപ്ലോയർ എന്ന നിലയിലാണ് കമ്പനി സെക്രട്ടറിയെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഏജൻ്റായിട്ടും കമ്പനി സെക്രട്ടറി പ്രവർത്തിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസറാണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ കമ്പനി സെക്രട്ടറിനെ. അതുകൊണ്ട് തന്നെ ഹി ഹാസ് ദ പവർ ടു എൻറ്റർ ഇൻ ടു ദ കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ പേരിൽ കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യാനുള്ള അധികാരം കമ്പനി സെക്രട്ടറിക്കാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ കമ്പനി സെക്രട്ടറി ആയിരിക്കും. സോ ഹി ക്യാൻ ബി ആക്ട് ആസ് എൻ ഏജൻറ്റ് ഫോർ ദി കമ്പനി. ദെൻ ഓഫീസർ ഓഫ് ദി കമ്പനി. നമുക്കറിയാം കമ്പനി സെക്രട്ടറി ചീഫ് ഓഫീസറാണ് അല്ലേ. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും അല്ലെങ്കിൽ എല്ലാ മിനിസ്റ്ററിയൽ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഒരു കമ്പനി സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കമ്പനീൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഹാൻഡിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഗൈഡ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും കമ്പനി സെക്രട്ടറി ആയിരിക്കും. സോ 3 റോളാണ് മെയിനായിട്ടും കമ്പനി സെക്രട്ടറിക്കുള്ളത്. ഒന്ന് കമ്പനീൻ്റെ സെർവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എംപ്ലോയി ആയിട്ട്, ദെൻ ഏജൻ്റ് ആയിട്ട്, ദെൻ കമ്പനിയിലെ ഓഫീസറായിട്ട്. ഓക്കെ, ഇനി നോക്കാനുള്ളത് ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറി ആണ്. നമുക്കറിയുന്ന പോലെ തന്നെ കമ്പനി സെക്രട്ടറിക്ക് ഒരുപാട് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഒരുപാട് റോൾസ് ഉണ്ടല്ലേ. കാരണം ഒരു ഓർഗനൈസേഷൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ചീഫായിട്ടുള്ള ഓഫീസറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. നോക്കാം, ദ ഡ്യൂട്ടീസ് ഓഫ് ദ കമ്പനി സെക്രട്ടറി ആർ വെരി വൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡ്യൂട്ടീസാണ് കമ്പനി സെക്രട്ടറിക്കുള്ളത്. ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദി കമ്പനി. കമ്പനീൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസിലും വ്യത്യാസങ്ങൾ വരാം. ലാർജർ ഓർഗനൈസേഷൻ്റെ കേസിൽ ഒരുപാട് ലീഗൽ മാറ്റേഴ്സ് അദ്ദേഹം ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. സ്മോൾ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ ഡെയിലി ഉള്ള ആ ഒരു ഭരണനിർവഹണമായിരിക്കും മെയിനായിട്ടുള്ള ഡ്യൂട്ടി. ഇൻ ഷോർട്ട്, ഹി ഹാസ് ദ ഡ്യൂട്ടി ടുവാർഡ്സ് ദ കമ്പനി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓഫീസ് ആൻഡ് സ്റ്റാഫ് ആൻഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. സോ ഇവിടെ കമ്പനി സെക്രട്ടറിക്ക്
കമ്പനിയോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓഫീസ് സ്റ്റാഫ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓരോരുത്തരോടും ഡ്യൂട്ടീസ് ഉണ്ട്. ദ കമ്പനി സെക്രട്ടറി ഈസ് എ വൈറ്റൽ ലിങ്ക് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ബോർഡ്. കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ ഷെയർ ഹോൾഡേഴ്സും ഗവൺമെൻറ്റും മറ്റ് റെഗുലേറ്ററി അതോറിറ്റീസും അതുപോലെ തന്നെ കമ്പനീനെയും കണക്ട് ചെയ്യുന്നത് ഈ ഒരു കമ്പനി സെക്രട്ടറിയാണ്. ഒരുപാട് ഡ്യൂട്ടീസ് പറയുന്നുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊമോഷൻ, ഫോർമേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ് ആൻഡ് മാറ്റേഴ്സ് റിലേറ്റഡ് ദർ വിത്ത്. കമ്പനീൻ്റെ പ്രൊമോഷൻ, അതുപോലെ കമ്പനീൻ്റെ ഫോർമേഷൻ, കമ്പനിയുടെ രജിസ്ട്രേഷൻ, ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. Then filing, registering any document including forms, returns and application by and on behalf of the company. കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സോ ഫോംസോ റിട്ടേൺസോ ആപ്ലിക്കേഷൻസോ ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതും ഫയൽ ചെയ്യേണ്ടതും കമ്പനി സെക്രട്ടറിയാണ്. ദെൻ മെയിൻ്റനൻസ് ഓഫ് സെക്രട്ടേറിയൽ റെക്കോർഡ്സ്, സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. കമ്പനീൻ്റെ രജിസ്റ്റേഴ്സും സ്റ്റാറ്റ്യൂട്ടറി ബുക്സും അതുപോലെ സെക്രട്ടേറിയൽ റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. ദെൻ അറേഞ്ചിങ് ബോർഡ് മീറ്റിംഗ് ആൻഡ് ജനറൽ മീറ്റിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് മിന്യൂട്ട്സ് ദർ. ജനറൽ മീറ്റിംഗ് അതുപോലെ തന്നെ കമ്പനിയിലെ ബോർഡ് മീറ്റിംഗ് ഒക്കെ വിളിച്ച് ചേർക്കേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതുപ്രകാരം മിന്യൂട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതും കമ്പനി സെക്രട്ടറിയാണ്. ദെൻ ഓൾ വർക്ക്സ് റിലേറ്റഡ് ടു ഷെയർസ് ആൻഡ് ദർ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ. ഷെയർ ഇഷ്യൂ, ഷെയർ ട്രാൻസ്ഫർ, ഷെയർ ട്രാൻസ്മിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് സെക്രട്ടറിയാണ്. Then advising the company on matters related to legal aspect such as SEBI Act, Depositories Act, Foreign Exchange Management Act, etc. സോ ഇവിടെ പറഞ്ഞതുപോലെ ഫെമ അല്ലെങ്കിൽ സെബീൻ്റെ ആക്ട്, ഡെപ്പോസിറ്ററീസ് ആക്ട്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ അഡ്വൈസ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. നമ്മൾ സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരുന്നില്ലേ, നിയമപരമായിട്ട് നോളേജ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം കമ്പനി സെക്രട്ടറിയിലെ. അതോടെ തന്നെ ലീഗൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ദെൻ റെപ്രസെൻറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി ആൻഡ് അതർ പേഴ്സൺ ബിഫോർ കമ്പനി ലോ ബോർഡ്. കമ്പനി ലോ ബോർഡ് അല്ലെങ്കിൽ ട്രിബ്യൂണൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്ത് പോവേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. ദെൻ ഡീൽ വിത്ത് ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ സർവീസസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് സർവീസസ് ഓഫ് കമ്പനി. ഫിനാൻഷ്യൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റെസൊല്യൂഷൻസോ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ഡീൽ വിത്ത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് സർവീസസ്, ടാക്സേഷൻ സർവീസസ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ് റിലേറ്റിംഗ് ടു കമ്പനി. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് മാറ്റേഴ്സ്, അതുപോലെ ടാക്സേഷൻ, അതുപോലെ മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ഓക്കെ. ദെൻ ആസ് പെർ റൂൾ 10 ഓഫ് ദ കമ്പനീസ് റൂൾസ് 2014, ദ കമ്പനി സെക്രട്ടറി ഷാൾ പെർഫോം ഫോളോയിങ് ഡ്യൂട്ടീസ്. അതുപോലെ തന്നെ 2014 കമ്പനി റൂൾസ് പ്രകാരം കുറച്ചുകൂടി ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഡയറക്ടേഴ്സിനെ ഗൈഡ് ചെയ്യുക, അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ നടത്തുക, ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, കമ്മിറ്റി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, ജനറൽ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക, മിന്യൂട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഏതെങ്കിലും തരത്തിലുള്ള പെർമിഷൻ വാങ്ങണമെങ്കിൽ കമ്പനി ബോർഡിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ജനറൽ മീറ്റിങ്ങിലോ അതും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പെർമിഷൻ വാങ്ങണമെങ്കിൽ, അപ്രൂവൽ വാങ്ങണമെങ്കിൽ അത് വാങ്ങേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. ദെൻ ടു റെപ്രസെൻറ്റ് ബിഫോർ വേരിയസ് റെഗുലേറ്റേഴ്സ് ആൻഡ് അതർ അതോറിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ഡിസ്ചാർജ് ഓഫ് വേരിയസ് ഡ്യൂട്ടീസ് അണ്ടർ ദിസ് ആക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഏതെങ്കിലും അതോറിറ്റീസിന് മുമ്പിൽ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്ത് ഹാജരാവേണ്ടത് ഈ കമ്പനി സെക്രട്ടറിയാണ്. നമ്മൾ പറഞ്ഞ പോലെ കമ്പനി ലോ ബോർഡോ അല്ലെങ്കിൽ കമ്പനി ലോ ട്രിബ്യൂണലോ രജിസ്ട്രാറോ ഒക്കെ വിളിക്കുമ്പോൾ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്ത് പോവേണ്ടത് ഈ കമ്പനി സെക്രട്ടറിയാണ്. ദെൻ ടു അസിസ്റ്റ് ദ ബോർഡ് ഇൻ ദ കണ്ടക്ട് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരാനും അത് നടപ്പിലാക്കാനും നല്ല പ്രാക്ടീസസ് മെയിൻറ്റെയിൻ ചെയ്യാനും ബോർഡിനെ അഡ്വൈസ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും കമ്പനി സെക്രട്ടറിക്ക് കഴിയും. അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റൂൾസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റു ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളത് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ദെൻ ടു ഡിസ്ചാർജ് സച്ച് അതർ ഡ്യൂട്ടീസ് ആസ് മേ ബി അസൈൻഡ് ബൈ ദ ബോർഡ് ഫ്രം ടൈം ടു ടൈം. ഇപ്പോൾ മീറ്റിങ്ങുകളൊക്കെ വിളിച്ച് ചേർക്കുമ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള ഡ്യൂട്ടീസ് കമ്പനി സെക്രട്ടറിക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തം ഡ്യൂട്ടി കമ്പനി സെക്രട്ടറിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി സെക്രട്ടറി. ഇനി നെക്സ്റ്റ് വൺ, റൈറ്റ്സ് ഓഫ് എ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി കമ്പനിയിലെ സീനിയർ ഓഫീസർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് റൈറ്റ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. നോക്കാം. ഫസ്റ്റ് വൺ, ഹി ഹാസ് എ റൈറ്റ് ടു കൺട്രോൾ, സൂപ്പർവൈസ്, ഡയറക്റ്റ് ആൻഡ് സബോർഡിനേറ്റ് പേഴ്സണൽസ് ഓഫ് ദ കമ്പനി. കമ്പനിയിലുള്ള പേഴ്സണൽസിനെ മാനേജ് ചെയ്യാനും അവരെ കൺട്രോൾ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെയുള്ളൊരു അധികാരം കമ്പനി സെക്രട്ടറിക്കുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു റൈറ്റാണ് ബോർഡ് മീറ്റിങ്ങും ജനറൽ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്.
Then he has the right to sign any contract on behalf of the company subject to the approval of the board of directors of the company. കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൊടുക്കുന്ന അപ്രൂവൽ സമ്മതം പ്രകാരം കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് കമ്പനി സെക്രട്ടറിയുടെ റൈറ്റ് ആണ്. ദെൻ ഇഫ് ഹി ഫീൽസ് ദാറ്റ് ദ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി ആർ വർക്കിംഗ് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി ഹി ഹാസ് ദ റൈറ്റ് ടു ഇഷ്യൂ പ്രോപ്പർ ഗൈഡ് ലൈൻസ് ടു ദ കൺസേൺഡ് ഓഫീസർ ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ ഇൻട്രസ്റ്റിനെതിരായിട്ടാണ് ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഓഫീസേഴ്സ് പ്രവർത്തിക്കുന്നത് എന്ന് സെക്രട്ടറിക്ക് തോന്നുകയാണെങ്കിൽ അവരെ നേരായ രീതിയിൽ കൊണ്ടുവരാനുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരം കമ്പനി സെക്രട്ടറിക്കുണ്ട്. ദെൻ ഹി ഹാസ് ദ റൈറ്റ് ടു സൈൻ ദ പ്രൊസീഡിംഗ് ഓഫ് ദ മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിൻ്റെയും ജനറൽ മീറ്റിങ്ങിൻ്റെയൊക്കെ റെക്കോർഡും രജിസ്റ്റേഴ്സൊക്കെ മറ്റു ഡോക്യുമെൻറ്റ്സൊക്കെ സൈൻ ചെയ്യാനുള്ള അധികാരം കമ്പനി സെക്രട്ടറിക്കാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ കോമൺ സീൽ ആവശ്യമല്ലാത്ത മറ്റ് ഡോക്യുമെൻറ്റ്സിൽ കമ്പനിക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്യുക എന്നുള്ളത് കമ്പനി സെക്രട്ടറിയുടെ റൈറ്റ് ആണ്. ദെൻ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ഹി ഹാസ് എ റൈറ്റ് ടു ക്ലെയിം ഹിസ് ലീഗൽ ഡ്യൂസ് ആസ് എ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഓഫ് എ കമ്പനി. ശരിക്കും പറഞ്ഞാൽ കമ്പനി സെക്രട്ടറിക്ക് ഒരു പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററുടെ റോളാണുള്ളത്. അയാൾക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ലീഗൽ ഡ്യൂസോ കിട്ടാനുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള അധികാരം വൈൻഡിങ് അപ്പ് സമയത്ത് ഈ കമ്പനി സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ലയബിലിറ്റീസ് ഓഫ് ദി സെക്രട്ടറി ആണ്. ആസ് എ കമ്പനി സെക്രട്ടറി ഈസ് ആൻ ഓഫീസർ ഓഫ് എ കമ്പനി സെയിം ആസ് ഡയറക്ടേഴ്സ് ഹി ഹാസ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസ് ടു പെർഫോം ഫോർ ദി കമ്പനി. കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പോലെ തന്നെ ഒരു വിശ്വസ്തനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് കമ്പനി സെക്രട്ടറിയുടെയും ലയബിലിറ്റിയാണ്. കമ്പനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വിശ്വാസയോഗ്യമായ രീതിയിൽ പ്രവർത്തിക്കുക, സത്യസന്ധനായിരിക്കുക എന്നൊക്കെയുള്ളത് മറ്റ് ലയബിലിറ്റീസ് ആണ്. എന്തെങ്കിലും റോങ്ഫുൾ ആയിട്ടുള്ള ആക്ട് കമ്പനി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് ഉണ്ടായിരിക്കും, പെനാൽറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പനി സെക്രട്ടറി ആരാണെന്ന് നമ്മൾ പറഞ്ഞു. കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഹോൾ ടൈം കീ മാനേജറൽ പേഴ്സണലാണ്. കമ്പനീൻ്റെ ചീഫ് ഓഫീസറാണ്. കമ്പനീൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജറൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ദെൻ കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ്, റൈറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കമ്പനി സെക്രട്ടറി. ഓക്കെ, നമ്മളപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മോഷൻസ് ആൻഡ് റെസൊല്യൂഷൻ, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി എന്നുള്ള ഏരിയ ആയിരുന്നു. ഇതോടുകൂടി കമ്പനി മീറ്റിംഗ്സ് എന്നുള്ള 5th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ എടുത്തിട്ടുള്ള ഏതെങ്കിലും പോർഷൻസിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.